കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും. കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ അമ്പലപ്പുഴയിലെ ടീവേഴ്സ് മീറ്റിങ്ങിലെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നമ്മൾ കേട്ടു. വിശ്വാസത്തെക്കുറിച്ചുള്ള നല്ലൊരു മെസ്സേജ്. വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും, എന്തായിരിക്കും അവിടെ അവസ്ഥ, ഇവയെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വളരെ നല്ലൊരു സന്ദേശമാണ് കർത്താവിൻ്റെ ദാസനിൽ കൂടെ നമുക്ക് കേൾക്കുവാൻ ഇടയായത്. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ഞങ്ങളുടെ ജീവിത അനുഭവത്തിൽ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ. പത്രോസ് തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല എന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ തന്നെ. എന്ന് പറഞ്ഞാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് സകല മനുഷ്യൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി, വിടുതലിന് വേണ്ടി പിതാവായ ദൈവം ഒരു മൂലക്കല്ല് ആ സിയോനിൽ സ്ഥാപിച്ചു. അതത്രേ യേശു എന്ന് പറയുന്നത്. ആ യേശുവിൽ വിശ്വസിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ആ യേശു എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ മതിയായവനാണ്. ഇന്ന് ഞാൻ ഭാരപ്പെടുന്ന ഈ സാമ്പത്തികമായ വിഷയത്തിൻ്റെ മേൽ, അല്ലെങ്കിൽ ഈ ശാരീരികമായ വിഷയത്തിൻ്റെ മേൽ, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ അത്ഭുതം ചെയ്യാൻ മതിയായവനാണ് എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ ഞാൻ ഉറപ്പായിട്ട് പറയാം, നിങ്ങളുടെ ഈ വിഷയത്തിൽ നിങ്ങൾ ലജ്ജിക്കാൻ കർത്താവ് അനുവദിക്കത്തില്ല. വിഷയം എന്തുമായിക്കോട്ടെ, വിഷയത്തിൻ്റെ വലിപ്പം എന്തുമായിക്കോട്ടെ, യേശു അതിനേക്കാളൊക്കെയും അപ്പുറമായി, ആ വിഷയത്തെക്കാളൊക്കെയും അപ്പുറമായി വലിയവനാ കർത്താവ്. ദൈവവചനം പറയുന്നു, അവൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും മടങ്ങും. യേശുവിൻ്റെ നാമം പറയുമ്പോൾ നമുക്കറിയാം, കർത്താവായ യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ ആ നാമത്തിൻ്റെ മുമ്പിൽ ഭൂതഗ്രസ്തർ വിടുതൽ പ്രാപിച്ചു, മരിച്ചവർ ഉയർത്തു, പക്ഷപാത രോഗികൾ സൗഖ്യമായി, കാഴ്ചയില്ലാത്തവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു, പാപികൾ മാനസാന്തരപ്പെട്ടു. ആ നാമത്തിൻ്റെ മുമ്പിൽ ഒരു വിഷയത്തിന് നിൽക്കാൻ കഴിയില്ല. അത് വെളിച്ചമാണ്. വെളിച്ചമുള്ളിടത്ത് ഇരുട്ട് നിൽക്കാത്തതുപോലെ തന്നെ യേശു നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ, യേശുവിനെ നിങ്ങൾ വിശ്വസിച്ചാൽ ഇരുട്ട് മാറി അവിടെ വെളിച്ചം വ്യാപരിക്കും, സമൃദ്ധി വരും. സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ സമൃദ്ധി കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ തരും. നമുക്ക് ഇന്നത്തെ മെസ്സേജിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ ഈ മെസ്സേജ് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രവൃത്തി കർത്താവ് ചെയ്യും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പ്രവേശിക്കാം. ഗോഡ് ബ്ലെസ് യു. സാത്താന്റെ തന്ത്രങ്ങൾ വിജയിക്കില്ല. ക്രൂശിലനേശു ജയാളിയാണല്ലോ, ഞാൻ ജയാളിയാണല്ലോ. ക്രൂശിലനേശു ജയാളിയാണല്ലോ, ഞാൻ ജയാളിയാണല്ലോ. രോഗത്തിനെന്റെ മേൽ കാര്യമില്ല, ശാപത്തിനെന്റെ മേൽ ജയവുമില്ല. ക്രൂശിലനേശു അതെല്ലാം വഹിച്ചതാ, ജയാളിയാണല്ലോ, ഞാൻ ജയാളിയാണല്ലോ. ക്രൂശിലനേശു അതെല്ലാം വഹിച്ചതാ, ജയാളിയാണല്ലോ, ഞാൻ ജയാളിയാണല്ലോ. ഈ ലോക ജീവിതത്തിൽ
വൻശോധന നേരിടുമ്പോ. Praise the Lord. ഇനി ഒന്ന് കന്യകാ ജനനമാണ് ഈ വിശ്വാസം, ലഭിച്ച വിശ്വാസം. രണ്ടാമത് ഇതേ അപ്പോസ്തലന്മാർ പത്രോസ് അടക്കം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം കല്ലറ തുറന്നു കിടക്കുന്ന കണ്ട് സ്ത്രീകൾ കർത്താവിനെ കണ്ടു. അവർ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ അവനെ കണ്ടെന്ന്. ഇവർ വിശ്വസിച്ചില്ല. നമുക്ക് വായിക്കാം മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 12-ാം വാക്യം വായിക്കപ്പെടുന്ന ശ്രദ്ധിക്കുക. പിന്നെ അവരിൽ 2 പേർ നാട്ടിലേക്ക് പോകുമ്പോൾ അവൻ മറ്റൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷനായി. അവർ പോയി ശേഷമുള്ളവരോട് അറിയിച്ചു. അവരുടെ വാക്കും അവർ വിശ്വസിച്ചു. അവരുടെ വാക്കും അവർ, യേശു ഉയർത്തെഴുന്നേറ്റ് ഞങ്ങൾ വഴി വെച്ച് പ്രത്യക്ഷപ്പെട്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇടയിൽ ഒരാൾ മരിച്ച് ശവമടക്കി ആൾ എഴുന്നേറ്റ് നടക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ബുദ്ധിക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതിൻ്റെ 9-ാം വാക്യം ശ്രദ്ധിക്കുക. അവൻ ആഴ്ചവട്ടത്തിന് 1-ാം നാൾ രാവിലെ ഉയർത്തെഴുന്നേറ്റിട്ട് താൻ 7 ഭൂതങ്ങളെ പുറത്താക്കിയിരുന്ന മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷനായി. അവൾ ചെന്ന് അവനോട് കൂടെ ഇരുന്നവരായി ദുഃഖിച്ചും കരഞ്ഞുകൊണ്ടിരുന്ന ശിഷ്യന്മാരോട് പോയി പറഞ്ഞു, ഈ പത്രോസിനോടടക്കം, അവൻ ജീവനോട് ഇരിക്കുന്നുവെന്നും അവൾ അവനെ കണ്ടു എന്നും കേട്ടപ്പോൾ അവർ വിശ്വസിച്ചില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന കരഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയാം, ഒരു സന്ദേശം പറയാം, നിന്റെ യേശു ഉയർത്ത് ജീവിക്കുന്നു. പിന്നെയും അവർ കരഞ്ഞുകൊണ്ടിരിക്കുക. ദുഃഖിച്ചും കരഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് എന്തോ പറഞ്ഞേ? ഇനി കരയേണ്ടെന്നല്ല പറഞ്ഞേ, യേശു ജീവനോടിരിക്കുന്നു. ആമേൻ. അവർ വിശ്വസിച്ചില്ല. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ വായിക്കുന്നു, എന്നാൽ കർത്താവ് അവരുടെ അവിശ്വാസത്തെ ഹൃദയകാഠിന്യത്തെ ശാസിച്ചു. വൈകുന്നേരം കൂടിയിരുന്നപ്പോൾ അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു. ഇവിടെ വായിക്കുന്നു, അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു. യോഹന്നാൻ പറയുന്നു, അവരുടെ മേൽ എന്ത് ചെയ്തു? ഊതി. ചുരുക്കി പറഞ്ഞാൽ കർത്താവ് അവരുടെ ഹൃദയം അങ്ങ് തുറന്നപ്പോഴാണ് അവർക്ക് വിശ്വസിക്കാൻ പറ്റിയത്, യേശു ഉയർത്തുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പൗലോസ്ലീഹ, ഞാനിന്നിവിടെ അമ്പലപ്പുഴയിൽ നിന്ന് പ്രസംഗിക്കുന്നത് പോലെ പൗലോസ്ലീഹ ഒരു സ്ഥലത്ത് പോയി പ്രസംഗിക്കുകയാണ്. പൗലോസ്ലീഹ ഒരു സ്ഥലത്ത് സുവിശേഷം അറിയിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നു, ഒത്തിരി പേര് ശ്രദ്ധിച്ച് കേട്ടോണ്ടിരുന്നു. എന്നാൽ വചനം കേട്ടവരിൽ ലുദിയായുടെ ഹൃദയം പൗലോസ് സംസാരിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് തുറന്നു. പൗലോസ് സംസാരിച്ചത് പുനരുദ്ധാനത്തെക്കുറിച്ചാണ്. അപ്പോസ്തലന്മാരെല്ലാം സുവിശേഷം പറഞ്ഞ ഒരേ ഒരു കാര്യം, യേശു ഉയർത്തെഴുന്നേറ്റു, യേശു ഉയർത്തെഴുന്നേറ്റു, യേശു ഉയർത്തെഴുന്നേറ്റു. പുതിയ നിയമ സുവിശേഷത്തിന് ഒരൊറ്റ പോയിൻ്റേ ഉള്ളത്, ഏതാ? യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ഞാനും അത് പറയാൻ ഇവിടെ വന്നത്, അവൻ ഇന്നിവിടെ വന്നിട്ടുണ്ട്. ഇത് വിശ്വസിച്ചെങ്കിൽ ദൈവ പൈതലേ, അതാണ് വിലപ്പെട്ട വിശ്വാസം. ചുരുക്കി പറഞ്ഞ പത്രോസ് പറയാണ്, ഈ ലോകത്തിൽ ആർക്കും ഇല്ലാഞ്ഞൊരു വിശ്വാസം ദൈവം ഞങ്ങൾക്ക് തന്നു. അവരെല്ലാം പറഞ്ഞു, യോഹന്നാൻ സ്നാപകനാണ്, യിരെമ്യാവാണ്, കഴിവുള്ള ഒരു പ്രവാചകൻ മാത്രമായി യേശുവൻ. പക്ഷെ ഞങ്ങൾക്ക് പിടികിട്ടി, നോ, ഇവൻ കേവലം ഒരു മത നേതാവല്ല, നല്ലൊരു ഉപദേശകൻ മാത്രമല്ല, ദൈവപുത്രനാണ്. അത് വെളിപ്പെട്ടവരോട് ഞാൻ പറയാം, നിനക്കും വിലപ്പെട്ട വിശ്വാസം കർത്താവ് തന്നിട്ടുണ്ട്. മാത്രമല്ല, ഞങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇവൻ ഉയർത്തെഴുന്നേറ്റെന്ന്. എന്നാൽ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ മേൽ ഊതിയപ്പോൾ, ഞങ്ങളുടെ ഹൃദയം തുറന്നപ്പോൾ ഞങ്ങൾക്ക് പിടികിട്ടി, ആ യേശു ഉയർത്ത് ജീവിക്കുന്നുണ്ടെന്ന്. ഇന്ന് എന്നെ കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, എത്ര പേര് വിശ്വസിക്കുന്നു യേശു ഉയർത്ത് ജീവിക്കുന്നുണ്ടെന്ന്? നീ ഭാഗ്യവാൻ, നീ ഭാഗ്യവാൻ. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം കോടിക്കണക്കിന് ഏക്കർ ലഭിച്ചതല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം, ലോകത്തിലെ ഏറ്റവും വലിയ പേര് കിട്ടിയതല്ല, ഏറ്റവും ഉന്നതങ്ങളിൽ ചെന്നതല്ല. യേശു ദൈവപുത്രനാണെന്നും നിന്റെ രക്ഷകനാണെന്നും നിനക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്ത് ജീവിക്കുന്നെന്നും ഉള്ളിൽ ബോധ്യം കിട്ടിയോ? വിലപ്പെട്ട വിശ്വാസം കിട്ടിയ ദൈവ പൈതലെ ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. പിന്നെ നമ്മൾ കാണുന്നതെല്ലാം ഈ അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് ശേഷം നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന് ഒരു അപ്പോസ്തലനും ചോദിച്ചിട്ടില്ല, യേശുവും ചോദിച്ചിട്ടില്ല. വിശ്വാസം വർദ്ധിപ്പിച്ചു തരണേ, വിശ്വാസം എവിടെ എന്നീ പ്രയോഗങ്ങൾ കാണില്ല. കാരണം തന്നവൻ അറിയാവല്ലോ വിശ്വാസം അവിടെ ഉണ്ടെന്ന്. കൈകൊടുത്ത് പറ, വിശ്വാസം അവിടെ ഉണ്ടെന്ന് പറ. പക്ഷേ ഇനി ഞാനത് ഉപയോഗിക്കണം. ഉറക്കെ പറഞ്ഞ, അതെങ്ങനെ ഉപയോഗിക്കുന്നതെന്നും കൂടെ വായിച്ചിട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ പോവുക. ഓരോ പ്രതിസന്ധിയിലും നിനക്ക് ഉപയോഗിക്കാം. ആ കടഭാരത്തിൽ നിനക്ക് ഉപയോഗിക്കാം. ആ പ്രതിസന്ധിയെ മാറാൻ നിനക്ക് ഉപയോഗിക്കാം. നിനക്കെതിരെ ശത്രു പല പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ നിനക്ക് ഈ വിശ്വാസം ഉപയോഗിക്കാം. അകത്തിരിപ്പുണ്ട് വിശ്വാസം. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതാണ് നമ്മൾ 2 കൊരിന്ത്യർ
4-ാം അധ്യായം 13-ാം വാക്യത്തിൽ വായിക്കുന്നത് ശ്രദ്ധിക്കുക. 2 കൊരിന്ത്യർ 4:13. ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിൻ്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്നെഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിൻ്റെ അതേ ആത്മാവ് ഞങ്ങളിൽ ഉള്ളത് കൊണ്ട് സംസാരിക്കുന്നു, ഞങ്ങളും സംസാരിക്കുന്നു. ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ഞാനല്ല സംസാരിക്കുന്നത്. എൻ്റെ അകത്ത് ഉയർത്തെഴുന്നേറ്റ കർത്താവിൽ വിശ്വസിച്ചപ്പോൾ ദൈവം തമ്പുരാൻ ഒരു പുതിയ വിശ്വാസം ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി അതാ സംസാരിക്കുന്നു. അതേ ലേഖനത്തിൽ പൗലോസ് പറയാ, കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതേ പൗലോസ് എബ്രായ ലേഖനം 11:1 പറയണ, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. നമ്മുടെ അകത്ത് വന്നിരിക്കുന്ന ആത്മാവിനെ കാണാൻ മേല. ഈ കാണാൻ മേലാത്ത മണ്ഡലത്തിൽ നിന്ന് നിന്റെ അകത്ത് യേശു ഉയർത്തെന്ന് വിശ്വസിച്ചപ്പോൾ കാണാൻ മേലാത്ത മണ്ഡലത്തിലെ മുഴുവൻ കാര്യങ്ങളെയും തൊടാൻ കഴിയുന്ന, കാണാൻ കഴിയുന്ന ഒരു പുതിയ ബലം നിന്റെ അകത്ത് തന്നിട്ടുണ്ട്. അതാണ് ആത്മാവ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. യേശു എൻ്റെ കർത്താവാന്ന് പറയുന്നവർ കരമൊന്ന് ഉയർത്തി വീശിക്കാണ്, കൈ താഴ്ത്തിയിടാം. യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നവർ കര ഉയർത്തിപ്പിടിച്ച്. ഈ ആത്മാവ് നിന്റെ അകത്തുണ്ട്. ഈ ആത്മാവ് നിന്റെ അകത്തുണ്ട്. ലോകക്കാർ അയ്യോ തീർന്നേന്ന് പറയുന്നിടത്ത് നീ പറയും ഉണ്ടാകട്ടെ. ലോകക്കാർ എല്ലാം അവസാനിച്ചു ഇനി ജീവിക്കണ്ട എന്ന് പറയുന്നിടത്ത് നീ പറയും ഞാൻ മരിക്കയില്ല, ജീവനോടിരുന്ന് ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. ലോകക്കാർ കാണുന്നത് പറയുമ്പോൾ നീ വിശ്വസിക്കുന്നത് പറയും. ലോകക്കാർക്ക് ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം കാണുന്നത് വെച്ചാൽ, കണ്ടില്ലെങ്കിൽ അവർ കാര്യം മാറ്റി പറയും. എന്നാൽ കാണാത്ത കാര്യങ്ങളുടെ ഉറപ്പോടെ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളുടെ ഉറപ്പോടെ, പ്രതിസന്ധികളിലും തളരാതെ അത്ഭുതത്തോടെ ജീവിക്കുന്ന, എന്തിനെ ഇല്ലാത്തത് പോലും ഉള്ളതുപോലെ വരുത്തുന്ന, ഇല്ലേ ഇല്ലേ എന്നല്ല പറയുന്ന, ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറയുന്ന ഒരത്ഭുത വിശ്വാസം. അതേ വിശ്വാസമാണ് ദൈവത്തിൻ്റെ ഉള്ളിലുള്ളത്. ദൈവത്തിന് വിശ്വാസമുണ്ടോ? ഉണ്ട്. ദൈവത്തിന് വേറൊരു ദൈവത്തെ അല്ലേ വിശ്വാസം, തന്നെ വിശ്വാസമാണ്. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് നടക്കുമെന്ന് നിങ്ങൾ വിശ്വസിച്ച് കൽപ്പിക്കാൻ പറഞ്ഞു. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ ദൈവത്തെ മാത്രം വിശ്വസിച്ചാൽ പോരാ, നിന്റെ അകത്തിരിക്കുന്ന ദൈവത്തെ കൂടെ നീ വിശ്വസിക്കണം. നിന്റെ അകത്ത് വന്ന കർത്താവിൻ്റെ ആത്മാവിൽ നീ പറയുന്ന കാര്യം നടക്കുമെന്ന് ഉറപ്പായിരിക്കണം. നൂറ്റാണ്ടുകളായി കെട്ടിക്കിടന്ന ബന്ധനങ്ങൾ നിന്റെ വീട്ടിൽ നിൽക്കുക. യേശുവിൻ്റെ നാമത്തിൽ ദുഷ്ടപിശാചി വീട്ടിൽ അവകാശമില്ല നീ പറയുമ്പോൾ പോകുകയോ ഇല്ലയോ എന്ന് പേടിക്കരുത്. നീ പറഞ്ഞത് കൊണ്ട് തന്നെ പഞ്ചപുച്ഛമടക്കി ദുഷ്ടൻ വീടിൻ്റെ അതിര് കടന്ന് മാറും. നീ ഒരു അത്ഭുത വ്യക്തിയായിട്ട് മാറിയിരിക്കുക. കാരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. അവിടെ നമ്മൾ വായിക്കുകയാണ്, സ്തോത്രം, അതേ വിശ്വാസം ഞങ്ങളുടെ അകത്തുണ്ട്. അതേ വിശ്വാസം. ഏത് വിശ്വാസമാണെന്ന് അതിൻ്റെ 5-ാം വാക്യത്തിൽ 6-ാം വാക്യത്തിലുണ്ട്. അതുകൂടെ വായിക്കാം. 2 കൊരിന്ത്യർ 4:13 അതേ വിശ്വാസം ഞങ്ങളിലുണ്ട്. ഏത് വിശ്വാസം? 2 കൊരിന്ത്യർ 4:6 വായിച്ച്. ഇരുട്ടിൽ നിന്നും വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ആദിയിൽ ഈ ഭൂമിയിൽ പാഴ് ശൂന്യമായി തീർന്നു, ഇരുളായി തീർന്നു. ഇരുട്ട് കണ്ടപ്പോൾ ദൈവം ഇരുട്ടാണ് എന്നല്ല പറഞ്ഞു, പിന്നെ എന്തോ പറഞ്ഞു? വെളിച്ചം ഉണ്ടാകണം. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ കണ്ടതൊക്കെ വിളിച്ചു പറയാതെ വേണ്ടിയത് വിളിച്ചു പറയാൻ പറ. അതാണ്, ഇതാണ്, ഞങ്ങളുടെ വീട്ടിൽ ശാപമാണ്, അതാണ്, കുഞ്ഞതാണ്, അവന് ബുദ്ധിയില്ലേ, ഇത് പറയാതെ ബുദ്ധി ഉണ്ടാകട്ടെ, വഴി തുറക്കട്ടെ, അത്ഭുതം നടക്കട്ടെ. അയ്യോ ഞങ്ങളുടെ വീട്ടിലോട്ട് വഴി, നിങ്ങളുടെ വീട്ടിലോട്ട് ഒരു വഴി എന്നില്ലായിരിക്കും, അടച്ചു വെച്ചിരിക്കുകയായിരിക്കും. എന്നാ ചെയ്യാൻ എൻ്റെ താറേ, ഞങ്ങൾക്ക് വഴിയില്ല, അതാണ് ഒരടി പാതയുള്ളൂ, അത് പറയാതെ യേശുവിൻ്റെ നാമത്തിൽ വഴി ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. ഞാൻ പറയാം, ഹൃദയങ്ങളിൽ കർത്താവ് പ്രവർത്തിക്കും, അത്ഭുതങ്ങൾ നടക്കും. എന്താ അവിടെ പറഞ്ഞ്? ഇരുട്ടിൽ നിന്ന് വെളിച്ചം ഉദിക്കട്ടെ എന്ന് പറഞ്ഞ ക്രിയേറ്റർ ഗോഡ്, സൃഷ്ടിതാവാം ദൈവം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട്, യേശു ക്രിസ്തുവിൻ്റെ മുഖത്തായിരുന്നല്ലോ ദൈവപ്രകാശം, സൃഷ്ടികർമ്മം കർത്താവാ ചെയ്തത്. ആ സൃഷ്ടിപ്പിൻ്റെ ശക്തി എൻ്റെ അകത്തുള്ളത് കൊണ്ട്, അതേ വിശ്വാസം ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങളും സംസാരിക്കും.
ഇനി മുതൽ നിരാശയുടെ വാക്കുകളല്ല പറയേണ്ടത്, ഉളവാകട്ടെ എന്ന് പറയണം. വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം. രോഗത്തോട് മാറാൻ പറയണം. വഴികൾ തുറക്കാൻ പറയണം. എൻ്റെ കർത്താവ് നല്ലവനാണെന്ന് പറയണം. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, ഞാൻ താഴ്ച പ്രാപിക്കത്തില്ല. വിളിച്ചു പറയാമോ? ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, ഞാൻ താഴ്ച പ്രാപിക്കത്തില്ല. ഞാൻ വാലല്ല, ഞാൻ തലയാകും. വായ്പ വാങ്ങാൻ ഇടവരത്തില്ല, വായ്പ കൊടുക്കാൻ ഇടവരും. എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തു മുഖേന എനിക്ക് ജയമുണ്ട്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലവും ചെയ്യുവാൻ കഴിയും. ഈ പ്രതിസന്ധി എന്നെ തകർക്കത്തില്ല. പോരിന് എൻ്റെ കൈകളെയും യുദ്ധത്തിന് എൻ്റെ വിരലുകളെയും കർത്താവ് അഭ്യസിപ്പിച്ചിരിക്കുക. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. എൻ്റെ വശത്ത് 1000 പേര് വീഴും, എൻ്റെ വലത്തുവശത്ത് 10,000 പേര് വീഴും. അതൊന്നും എൻ്റെ അടുക്കലേക്ക് വരത്തില്ല. ഞാൻ അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നതിനാൽ, സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നതിനാൽ ഒരു ബാധയും എൻ്റെ കൂടാരത്തിന് അടുക്കയില്ല. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ എന്നെ ഉപദ്രവിക്കത്തില്ല. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, ഞാൻ താഴ്ച പ്രാപിക്കത്തില്ല. ഞാൻ വായ്പ വാങ്ങാൻ ഇടവരത്തില്ല, വായ്പ കൊടുക്കാൻ എൻ്റെ കർത്താവ് എനിക്ക് ശക്തി തരും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലവും ചെയ്യുവാൻ കഴിയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ കർത്താവ് എനിക്ക് അധികാരം തരും. എൻ്റെ ദൈവമോ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം എൻ്റെ ആവശ്യങ്ങളൊക്കെയും പൂർണ്ണമായി തീർത്തു തരും. ഞാൻ പിശാചിനോട് എതിർത്ത് നിൽക്കും, അവൻ എന്നെ വിട്ടോടിപ്പോകും. കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? എന്നോട് ചോദിച്ചു, യേശു നിന്നെ സൗഖ്യപ്പെടുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. നീ ഇറങ്ങിയിരിക്കുമായിരുന്നു, പെട്ടെന്ന് നീ ഉള്ളിലോട്ട് പോയി. എൻ്റെ നടുവേദന മാറി. 5 വർഷത്തോളം ഞാൻ അനുഭവിച്ച അവസ്ഥയാണ്. എൻ്റെ ദൈവം എനിക്ക് ഇന്നലെ രാത്രി വിടുതൽ വന്ന്. ഇന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഇന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയണത്. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് രാവിലെ എഴുന്നേറ്റപ്പോൾ ചെറിയ അസ്വസ്ഥത തോന്നി. എങ്കിലും ഞാൻ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് ഒരാവത്തും കൂടെ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോഴേ യൂട്രസിൻ്റെ ഇറക്കമായിരുന്നു. ഈ കഴിഞ്ഞ ആഴ്ചകൾ തൊട്ട് ഇത് കൂടുതൽ ഇറക്കം ഉണ്ടായി. അതിനുശേഷം പല ഗൈനക്കോളജിസ്റ്റിനെ താഴോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ആലപ്പുഴയിൽ തന്നെ 2-3 ഡോക്ടറെ കാണാൻ ഇടയായി. പക്ഷെ അവരൊന്നും കറക്റ്റായിട്ട് ഒരു രോഗനിർണയം സാധിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ വൈക്കത്തുള്ള ഡെയ്സൺ ബ്രദറിനെ സമീപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഡെയ്സൺ ബ്രദർ ജോബൂട്ടി ബ്രദറിൻ്റെ കാര്യം സംസാരിക്കുകയും ഇന്നലെ ഞാൻ അവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ജോബൂട്ടി ബ്രദർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പിന്നെ രാത്രിയിൽ തന്നെ ജോബൂട്ടിയുടെ ബ്രദറിൻ്റെ വൈഫ് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഫോണിൽ കൂടെ സംസാരിച്ച് 1 മണിക്കൂറോളം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ യൂട്രസ് നേരെ കയറുകയും കാലിൽ നിന്ന് മേലോട്ടോ ഒരു സൂചി കുത്തുന്ന പോലെ ഒരു വേദന അനുഭവപ്പെടുകയും എൻ്റെ ഭാര്യയ്ക്കുണ്ടായി. നടുവേദനയെല്ലാം വളരെ കുറഞ്ഞു. ഇത്ര നേരം നിൽക്കുന്നത് തന്നെ സാധിക്കത്തില്ലായിരുന്നു. അതെല്ലാം നല്ല യേശു എല്ലാം സൗഖ്യമാക്കി. അതാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇത് ഫീൽ ചെയ്തു. അതെ അല്ലേ സിസ്റ്ററെ? പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇങ്ങനെ അകത്തോട്ട് കയറിപ്പോ ഒന്നോളം എനിക്ക് അനുഭവപ്പെട്ടു. യേശു എന്നെ തൊടുന്നോന്ന് എനിക്ക് തോന്നി. യേശു എന്റെ വീടിങ്ങനെ 2 കൈയും വെക്കുന്നോന്ന് എനിക്ക് അനുഭവപ്പെട്ടു. യേശു വന്ന് തൊടുന്ന അനുഭവം ഉണ്ടായി. യേശുവേ ഒരു വാക്കുമതി എൻ്റെ ജീവിതം മാറിയിടും.
സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. ബ്രദർ, ഇതൊരു അത്ഭുത സാക്ഷ്യമാണ്. 2 ആഴ്ച മുമ്പ് നമ്മുടെ പുന്നപ്ര മീറ്റിങ്ങിൽ സഹോദരി വന്നു. സഹോദരി തന്നെ സാക്ഷ്യം. ഞാൻ നടന്നു വരുമ്പോൾ എൻ്റെ ശരീരത്തിന് ഭയങ്കര ഭാരമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി, ഇതേമ്പോൾ ഞാൻ എങ്ങനെ എൻ്റെ ശരീരം വലിച്ചുകൊണ്ട് നടക്കും. എത്ര നാളായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് യൂട്രസ് എടുത്ത് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ 2 വർഷമായി. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ വയറങ്ങ് ഊതി വീർക്കുക. ഈ ബ്രദർ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് പേരേ ഉള്ളൂ. ഞാൻ ഓർത്തു, ഇത്രയും പേര് പ്രാർത്ഥിച്ചാൽ സൗഖ്യം വരുമോ, ഇവിടെ ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടാവുമോ എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. ബ്രദർ അങ്ങോട്ട് സ്തുതിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ബ്രദറിനെ നോക്കാൻ പറ്റുന്നില്ല. എൻ്റെ തല അങ്ങ് പൊട്ടിച്ചെതറുന്ന പോലുള്ള അവസ്ഥ. എന്നിട്ട് ഞാൻ എൻ്റെ വയറ്റിലോട്ട് കൈ ഇങ്ങനെ അമർത്തിക്കൊണ്ട് ഞാൻ അങ്ങ് സ്തുതിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ വായിലങ്ങ് വെള്ളം അങ്ങ് വരിക. പെട്ടെന്ന് തന്നെ വയറ് ഉടനെ കുറേ കൂടെ അങ്ങ് വീർത്ത് എനിക്കിരിക്കാൻ പറ്റുന്നില്ല. അങ്ങ് ഛർദ്ദിക്കണമെന്നുള്ള ആ ഒരു ഇത് വന്ന്. അന്നേരം എനിക്കങ്ങ് നാണമായി. മറ്റുള്ളവർ കാണുമല്ലോ എന്ന് ഓർത്ത് ഞാൻ സാരി എടുത്ത് തലയിലിട്ടുകൊണ്ട് കുനിഞ്ഞിരുന്നു. അപ്പോഴൊക്കെ ബ്രദർ എന്നെ നോക്കി ഭയങ്കര ശക്തമായിട്ട് അങ്ങ് പ്രാർത്ഥിക്കുക. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് അവിടെ ഇരിക്കാൻ മേല. എല്ലാവരും സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പുറത്തോട്ട് പോയി കുറേ അങ്ങ് ഛർദ്ദിച്ചെന്ന് എൻ്റെ വായിൽ നിന്നൊന്നും പോയില്ല, സ്വരം മാത്രം അങ്ങനെ വന്ന്. ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ വയറങ്ങ് നല്ലോണമൊക്കെ അങ്ങ് പറ്റി. മറ്റേ ഒരു കുട എടുത്ത് കമഴ്ത്തി വെച്ച് എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു. എന്ത് വയറടി നിനക്ക്, എന്ത് വയർ, ഒത്തിരി വീർത്തായിരുന്നു. ആ വയറങ്ങ് പോയി. എത്ര നാളുണ്ടായിരുന്നു ഇതിങ്ങനെ? എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പം 2 യൂട്രസിൻ്റെ ഓപ്പറേഷൻ ചെയ്ത വഴിക്ക് ബ്ലാഡർ മുറിഞ്ഞു പോയി. 1.5 മാസം ഞാൻ ആശുപത്രി കിടന്ന് പഴുത്തങ്ങ്. ഡോക്ടർ എന്നെ കിട്ടുമെന്ന് പറഞ്ഞതല്ല. ആ അവസ്ഥയിൽ നിന്നെല്ലാം യേശു എന്നെ രക്ഷപ്പെടുത്തി. 1-2 വർഷമായിട്ട് ഇങ്ങനെ വീർത്തായിരിക്കുന്നത്. ഞാൻ നിന്നോണ്ടേ ജോലി ചെയ്യത്തുള്ളൂ. കുനിഞ്ഞ് എനിക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് എല്ലാ ജോലിയും ചെയ്യാം. അതിലേറെ എൻ്റെ ശരീരത്തിൻ്റെ ഭാരം എവിടെ പോയെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനിപ്പോൾ സ്വസ്ഥമാണ്. കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പമില്ല. എല്ലാ ജോലിയും ഞാൻ ചെയ്യും. തിങ്കളാഴ്ച തൊട്ട് ഞാൻ വണ്ടാനം ഹോസ്പിറ്റലിൽ ജോലിക്ക് പോവുക. വയറ് നല്ലപോലെ ചൊട്ടി. വയറ് നല്ലോണം ചൊട്ടി. എനിക്ക് എൻ്റെ ശരീരത്തിന് ഇപ്പം ഭാരമില്ല. അതാണ് മറ്റേ ഞാനിങ്ങനെ വലിഞ്ഞ് നടക്കുന്ന കണക്കായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം എനിക്ക് ഭാരമില്ല. എനിക്ക് നല്ല ജോലി എന്തും ചെയ്യാനുള്ള ഇതായി, ആരോഗ്യമായി. യേശു ചെയ്ത വിടുതലായി കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഞാനൊരു TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പം പിന്നെ തങ്കു ബ്രദർ വിളിച്ചു പറഞ്ഞു, ഷോൾഡർ വേദനയായിരുന്നു, ഭയങ്കര ഷോൾഡർ വേദനയായിരുന്നു. അപ്പോൾ ഷോൾഡർ വേദന മാറുന്നത് വിളിച്ചു പറഞ്ഞു. അപ്പം തന്നെ സൗഖ്യമായി. അപ്പം തന്നെ സൗഖ്യമായി. എത്ര നാൾ മുമ്പ്? 4-5 വർഷത്തിന് മുമ്പാണ്. എത്ര നാൾ ഈ പ്രയാസം ഉണ്ടായി? ഒരു 2-3 വർഷത്തോളം വേദന. എന്നിട്ട് ഞാൻ കരയുകയൊക്കെ ചെയ്യുമായിരുന്നു. വേദന തോളയിലല്ലേ, കൈ ഉയർത്താനൊക്കെ ഉയർത്താനും ജോലി ചെയ്യാനൊക്കെ പ്രയാസമുണ്ടായിരുന്നു. അന്നേരം വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഷോൾഡർ വേദന മാറുമെന്ന്, എടുത്തു മാറ്റുന്നു. അന്നേരം തന്നെ ഞാൻ സൗഖ്യമായി. പിന്നെ ഇതുവരെ പ്രശ്നമില്ല. കൈ പൊക്കുകയും ജോലി ചെയ്യുകയൊക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. കരമടിച്ച് കർത്താവ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം നമ്മൾ കേട്ടു. അത്ഭുത സാക്ഷ്യങ്ങൾ അത് നമ്മൾ കണ്ടു. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങൾ അനേകരുടെ വിടുതൽ നിങ്ങൾ കണ്ടു. ഡോക്ടർമാർക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ, അതുപോലെ കുടുംബക്കാർക്ക് നാട്ടുകാർക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ ഭാരപ്പെട്ട അനേകരെ യേശു ഒരു നിമിഷം കൊണ്ട് സൗഖ്യമാക്കിയത് നിങ്ങൾ കണ്ടു. ഇന്ന് നിങ്ങൾ വിശ്വസിക്കണം, ഇതേ യേശു നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളുടെ കൂടെ നിൽക്കുകയാണ്. അവൻ നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരുവാൻ, നിങ്ങളുടെ വിഷയങ്ങളിലേക്കൊന്ന് കടന്നു വരുവാൻ ഈ യേശു ആഗ്രഹിക്കുക. എന്നാൽ യേശുവിന് കടന്നു വരാൻ കഴിയണമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾ കർത്താവിനെ ഒന്ന് ക്ഷണിക്കണം. കർത്താവെ, ഞാൻ നിന്നെ ക്ഷണിക്കുക, എൻ്റെ ജീവിതത്തിലേക്ക് നീ വരണം, ഞാൻ നിന്നെ വിശ്വസിക്കുക, എൻ്റെ വിഷയങ്ങൾക്ക് നീ മതിയായവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്നെ ഒന്ന് സഹായിക്കണം കർത്താവെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത ഇതേ യേശു നിങ്ങളുടെ വിഷയങ്ങളിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളുടെ വിഷയങ്ങളെ മാറ്റി നിങ്ങളെ കർത്താവ് ഒരു അത്ഭുതമാക്കി മാറ്റും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒറ്റ മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. ഭൂമിയിൽ 2 പേർ ഐക്യമത്യപ്പെട്ടാൽ നിങ്ങൾ ഹൃദയത്തിൽ ഇച്ഛിക്കുന്നത് എന്തായാലും അതിന് വിടുതൽ ഉണ്ടെന്നാണല്ലോ കർത്താവിൻ്റെ വചനം പറയുന്നത്. ഞങ്ങൾ ഇന്ന് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ
ഇപ്പോൾ തന്നെ ഒരു അത്ഭുത വിടുതൽ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്, എല്ലാവിധമായ ഭാരങ്ങളും മാറട്ടെ, എല്ലാവിധമായ തകർച്ചകളും മാറട്ടെ, അടഞ്ഞു കിടക്കുന്ന വഴികൾ തുറക്കട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വഴികൾ തുറക്കട്ടെ, ജപ്തികൾ മാറിപ്പോകട്ടെ. അപ്പോൾ തന്നെ കർത്താവെ, അങ്ങയുടെ കരം നീട്ടി കുഞ്ഞുങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണം. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യണം. എന്നെ കർത്താവെ, അങ്ങേ വിശ്വസിച്ച ഇവരാരും തന്നെ നഷ്ടപ്പെട്ടു പോകാതെ, ഇവരാരും തന്നെ തകർന്നു പോകാതെ ഇവരുടെ ദേശത്ത് കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നവരായി തീരുവാൻ ഇവരെ സഹായിക്കുന്നതിനായി സ്തോത്രം. അത്ഭുതം ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം. അതുവരെയും കർത്താവിൻ്റെ കൃപയെ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ഇന്ന് രാവിലെ 10-ന് പത്തനംതിട്ടയിൽ. ഓഗസ്റ്റ് 8 ശനി, അബാൻ ആർക്കേഡ്, അബാൻ ജംഗ്ഷൻ, കുമ്പഴ റോഡ്, പത്തനംതിട്ട. തോമസ് കുട്ടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. प्रेम की परिभाषा को प्रेम का सागर है तू, चांदी का राजकुमार है तू. चरणों में आकर हाथ उठाकर करते हैं तेरे